ആയത്തുള്ള അലി ഖമനെ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം പിൻഗാമി ആര് വരുമെന്നായിരുന്നു. മൊജ്തബ ഖമനെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇറാന്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം കേട്ട വാർത്ത അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേറ്റുന്ന, അതായത് ആര് ചുമതല ഏറ്റെടുക്കാനായിട്ട് വന്നാലും അയാളെ തീർക്കുമെന്ന് നേരത്തെ തന്നെ US പ്രഖ്യാപിച്ചു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇയാൾ ചാർജ് എടുത്ത് ഇയാൾ എവിടെയാണ് താമസിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ റഡാറിലാണെന്ന് പറഞ്ഞാൽ ശരിക്കും ലോകം ഞെട്ടുകയല്ലേ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ മൊസാദിന്റെ ചീഫ് നെതന്യാഹുവിന്റെ സഹോദരൻ ഇവർക്കൊക്കെ ആക്രമണത്തിൽ പരിക്കേറ്റു, അല്ലെങ്കിൽ ഇവർ ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞും റൂമേഴ്സൊക്കെ വന്നിരുന്നു. അതിൻ്റെ കൂടെ വന്ന വീഡിയോസൊക്കെ പഴയ ലെബനൻ ആക്രമണ കാലത്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതൊക്കെ ആളുകൾ വിശ്വസിക്കാതായി. പക്ഷെ ഇതിൻ്റെ അകത്ത് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ TV ഒരു വാക്ക് മൊജ്തബയെ പറ്റി പ്രയോഗിച്ചു. അപ്പോൾ അതായത് ജാൻ ബാസ് റമദാൻ എന്ന് ഇറാൻ TV പ്രയോഗിച്ചു. പരിക്കേറ്റ ധീരനായകൻ, ധീരഭടൻ എന്നാണ് ഈ ജാൻബാസ് എന്നൊക്കെ ഹിന്ദിയിൽ പറയുമല്ലോ. അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഒരു യുദ്ധത്തിലൊക്കെ ഒരു വലിയ സൈനികന് പരിക്കേൽക്കുമ്പോഴാണ് ജാൻബാസ് എന്ന് പറയുന്നത്. അപ്പോൾ ജാൻബാസ് റമദാൻ എന്ന്, അപ്പോൾ റമദാൻ പരിക്കേറ്റ റമദാൻ ധീരൻ എന്ന് പറയുന്നത് പോലെയായി ഈ ജാൻബാസ് റമദാൻ എന്ന് മൊജ്തബയെ വിശേഷിപ്പിച്ചപ്പോൾ. 56 വയസ്സാണ് മൊജ്തബയ്ക്ക്. അപ്പോൾ ഈ ഇൻജുവേർഡ് വാർ വെറ്ററൻ എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിന് വേറൊരു അർത്ഥം എടുക്കാം. അതായത് മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ 17 വയസ്സിൽ മൊജ്തബ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പരിക്കേറ്റതാണോ ഇറാൻ TV ഉദ്ദേശിച്ചത് എന്ന് സംശയിക്കാവുന്നതാണ്. പക്ഷെ ജാൻബാസ് മൊജ്തബ എന്ന് മാത്രം, ജാൻബാസ് റമദാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ പരിക്കേറ്റതാണോ? അന്ന് ആക്രമിച്ചില്ലേ കുടുംബത്തിനെ? അതെ, ഖമനിയും മറ്റേ എല്ലാവരും കൊല്ലപ്പെട്ടല്ലോ. ഈ മൊജ്തബയുടെ ഭാര്യ സാറയും കൊല്ലപ്പെട്ടല്ലോ. അതെ. അപ്പോൾ മൊജ്തബയ്ക്ക് ആ ആക്രമണത്തിലായിരിക്കില്ലേ പരിക്കേറ്റത് എന്നുള്ള സംശയമുണ്ട്. അല്ല, അങ്ങനെ പറയുന്നില്ല സാർ. ഇപ്പൊ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മുസ്തഫ അധികാരമേറ്റ് മണിക്കൂറുകൾക്കിടം അമേരിക്ക ആക്രമണം നടത്തിയെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ മുസ്തഫ ഖമനേയ്ക്ക് പരിക്കേറ്റുന്നല്ല, ഗുരുതരമായി പരിക്കേറ്റു. ICUവിൽ കിടക്കുകയാണ്. അവരുടെ തന്നെ ഈ പറയുന്ന ബങ്കറിന്റെ അടിയിലോ മറ്റുള്ളിടത്തോ ആശുപത്രിയിലോ ഒക്കെ സംവിധാനമാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ICU യൂണിറ്റിൽ എങ്ങനെ കിടക്കുന്നു അതേപോലെ ഇയാളും കിടക്കുന്നു, അല്ലെങ്കിൽ അയാൾ അത്തരത്തിലുള്ള അടിയന്തര ഡോക്ടർമാരുടെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പുറത്തു വിടുന്നില്ല. കാരണം ആ ജനതയുടെ ആത്മവിശ്വാസത്തെ അത് നശിപ്പിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ജാൻബാസ് റമദാനിന്ന് ഇറാൻ TV തന്നെ പറഞ്ഞത് അതിന് പല വ്യാഖ്യാനങ്ങളും അവർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതും ഈ ഗുരുതരമായ പരിക്ക് മൂടി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ആ വേർഷൻസും കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയണമല്ലോ, തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സാധാരണ ഒരാള് ഈ പരമോന്നത നേതാവായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ടെലിവിഷൻ രാജ്യത്തിനെ അഭിസംബോധന ചെയ്യും എന്നൊക്കെ കേട്ടിരുന്നതാണ്. ഒരാളങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വീഡിയോ എങ്കിലും വരണ്ടേ? തീർച്ചയായിട്ടും. ഇതൊന്നും സംഭവിച്ചില്ല. പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ഒരു പ്രഭാഷണം പോലും മൊജ്തബയുടെ ഇതുവരെ കേട്ടില്ല. അപ്പോ നമ്മൾ മൊജ്തബയാണ് പിൻഗാമി എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് തന്നെ. പക്ഷെ അന്ന് അത് മൂടി വെച്ചതാണ് അത് IRGC. കാരണം എന്താന്ന് വെച്ചാൽ 88 അംഗ പണ്ഡിത സഭ ചേർന്നപ്പോൾ ആ പണ്ഡിത സഭയിൽ ഒരാൾ പോലും മൊജ്തബയുടെ പേര് പറഞ്ഞിട്ടില്ല. പട്ടാളത്തിന് മൊജ്തബയോടുള്ള ബന്ധം വെച്ചിട്ട് പട്ടാളത്തിന്റെ സമ്മർദ്ദം കാരണം മൊജ്തബയെ കൊണ്ടുവന്നിരിക്കുന്നു. കാരണം ആയത്തുള്ള അല്ലല്ലോ മൊജ്തബ. അപ്പോ ഇത് മാർച്ച് 9 ടൈംസ് ഓഫ് ഇസ്രയേലും ഈ മൊജ്തബയ്ക്ക് പരിക്കേറ്റ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 28 ബാപ്പ മയ്യത്തായത് ഈ ആക്രമണത്തിൽ. അപ്പോൾ അന്ന്
പല ആളുകൾക്കും ആ കുടുംബത്തിൽ മറ്റേ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊജിത്താബ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കണമല്ലോ. അതെ. അപ്പൊ അതാണ്. അപ്പൊ BBC പ്രക്ഷേപണം ചെയ്തത് ഡെത്ത് ടു മൊജിത്താബ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രക്ഷോഭകർ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ബാൽക്കണികളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെന്നൊക്കെ BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് മൊജിത്താബയാണ് ഇപ്പോൾ പിൻഗാമിയാക്കിയതെങ്കിൽ ഒരു കാരണവശാലും സ്വീകാര്യനല്ല. സമാധാനം ലക്ഷ്യമാക്കുന്ന ഒരാളെയാണ് അവിടെ പിൻഗാമിയായിട്ട് വേണ്ടത്. ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പീഡകൻ എന്നാണ് മൊജിത്താബയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 2 രാജ്യങ്ങളും തട്ടിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഖമനയുടെ 6 മക്കളിൽ 2ാമത്തെ ആളാണ് മൊജിത്താബ. ഈ 17ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്ന് ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇയാൾ ലൈറ്റ് വെയ്റ്റ്, നിസ്സാരനാണ്, അയാളിൽ ഈ ഇറാൻ സമയം പാഴാക്കുകയാണ്, വേസ്റ്റിംഗ് ടൈം ഓൺ ഹിം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരാവശ്യമില്ല ഇവന് പിടിച്ചവിടെ വെച്ചിട്ട് 20 ഇരട്ടി, ഇതുവരെ ചെയ്തതിൻ്റെ 20 ഇരട്ടി ഞങ്ങൾ ഇനി ആക്രമിക്കും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലി ലാരിജാനി, അദ്ദേഹമാണല്ലോ യഥാർത്ഥത്തിൽ ഭരണം, പഴയ സ്പീക്കറും മന്ത്രിയും, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചൂടായിട്ട് ഈ മൊജിത്താബയെ തട്ടിക്കളയെന്ന് പറഞ്ഞപ്പോൾ ലാരിജാനി പ്രതികരിച്ചിരിക്കുന്നത് ട്രംപിനോട് പറഞ്ഞത് തന്നേക്കാൾ കേമന്മാർക്ക് ഇറാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, താൻ സ്വന്തം തടി നോക്കിയാൽ മതി, തന്നെയും ഞങ്ങൾ തട്ടിക്കളയും എന്ന് ട്രംപിനും ഭീഷണിയുണ്ട്. അതേസമയം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഖമനിയുടെ വിൽപത്രത്തിൽ മൊജിത്താബയെ പിൻഗാമി ആക്കരുത് എന്ന് ഖമനി എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ന്യൂയോർക്ക് പോസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസിയുടെ ഡയറക്ടർ ഗോസ്ര ഇസ്ഫഹാനിയെ ഉദ്ധരിച്ചിട്ടാണ് ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത്. ഇയാൾക്ക് പണ്ഡിത സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, ഒരാളും ഇയാളെ അനുകൂലിച്ചില്ല. മൊജിത്താബയെ IRGCയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇയാളെ പിൻഗാമിയായിട്ട്. ഈ സമയത്ത് പട്ടാളം പറഞ്ഞതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഈ പട്ടാളം പണ്ഡിത സഭയിലെ 88 പേരെയും തട്ടിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് കേൾക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. അങ്ങനെ വന്നതാണ്. അപ്പോൾ പരിക്കേറ്റു എന്നുള്ളത് ഇറാൻ TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ജാൻബാസ് റമദാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പരിക്കേറ്റത് എപ്പോൾ എങ്ങനെയെന്നുള്ളതിനെ പറ്റി മാത്രമേ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, എങ്ങനെ പരിക്കേറ്റു. സാർ, ഇപ്പോഴും ഈ പറയുന്ന ഇറാനിൽ IRGC പ്രവർത്തിക്കുന്നുണ്ട്, വളരെ ശക്തമാണ്. IRGC പറയുന്നുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും, ഇപ്പം മൈൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ IRGC എപ്പോഴും ഈ നിയന്ത്രിക്കുന്നത് അയത്തുള്ള അലി ഖമനയെ പോലെയുള്ള പരമോന്നത നേതാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊജ്തബ ഖമനയുടെ നിർദ്ദേശമോ നിയന്ത്രണമോ ഒക്കെ ഇവർക്ക് മേലിലുണ്ട്. അപ്പം പരിക്കേറ്റാലും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് IRGCക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അവരുടെ പ്രവർത്തനങ്ങളാണ് പിന്നെ ഈ പറയുന്ന പരമോന്നത നേതാവിനെ അനുകൂലിക്കുന്ന ഇറാൻ ജനതയ്ക്ക് ഒരു ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് എത്ര ഗുരുതരമായി പരിക്കേറ്റാലും അങ്ങനെ സംഭവിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരുപക്ഷെ IRGCയും അവിടുത്തെ സൈനിക നീക്കമൊക്കെ ശ്രമം നടത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അമേരിക്കൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി ഈ ഖമനയുടെ പരിക്ക് സംബന്ധിച്ച ഗുരുതരാവസ്ഥ സംബന്ധിച്ചുള്ള വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരാതിരിക്കാൻ ഉള്ള സാധ്യതയല്ലേ? വരില്ല, ആ റിപ്പോർട്ടുകൾ വരില്ല. മൊജ്തബയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവസ്ഥ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശരീരത്തിൽ വലിയ ക്ഷതം ഉണ്ടെന്നിരിക്കട്ടെ, ഇതിന്റെ പടം എടുത്തിട്ട് അവര് TV കാണിക്കുമോ? ഒരിക്കലും ഇല്ല. മൊജ്തബ നമ്മൾ കുറെ കാലം ഖമനയും നിലവറയിലായിരുന്നു എന്ന് കേട്ടതുപോലെ, അല്ലെങ്കിൽ തന്നെ മൊജ്തബ ഒരു പരിക്കും ഇല്ലാതെ തന്നെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, അതേതെങ്കിലും നിലവറയിലല്ലേ ഇരിക്കുന്നത്. മറ്റേ ഖമനയുടെ നിലവറയുടെ ഒക്കെ ഈ സ്കെച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ അടിയിൽ കൂടിയൊക്കെ ഉള്ള ടണലുകളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടാണ് താമസ സ്ഥലത്തുമൊക്കെ
മാത്രമല്ല മിസൈലുകൾ കൊണ്ടുപോകാൻ വേണ്ടി ടണലിനടിയിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന തരത്തിലുള്ള പാതകൾ നിർമ്മിച്ചു. വാഹനങ്ങളൊക്കെ പോകുന്ന വലിയ ട്രക്കുകളൊക്കെ പോകുന്ന ടണലുകൾ തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ പുറത്തുനിന്ന് വേറെ കാര്യമുണ്ട്. ഈ മരുഭൂമിയുടെയും പർവ്വതനിരകളുടെയൊക്കെ അടിയിൽ ഈ മിസൈൽ സിറ്റികൾ തന്നെ സ്ഥാപിച്ചു, അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി എന്ന് പറയാം. അപ്പോൾ ഇറാന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഈ ഇറാനെ കരയുദ്ധത്തില് ക്ഷണിപ്പിക്കാനായിട്ട് അമേരിക്കക്ക് പറ്റില്ല. കാരണം ഇത് ഈ മലകളുടെ കോട്ടകൾക്കുള്ളിലാണ് ഇരിക്കുന്നത്. ഇറാഖിന്റെ 3 ഇരട്ടിയാണ് ഇതിന്റെ വിസ്തൃതി. ഇറാഖിൽ പോയി തന്നെ പെട്ടത്. അതെ അതെ. മറ്റേ വിയറ്റ്നാമിൽ പെട്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ പെട്ടതാണ്. കുർദുകള് ഞങ്ങൾ കരയുദ്ധത്തിന് തയ്യാറല്ല എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇറാനെ തോൽപ്പിക്കാനായിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രതിരോധ വിദഗ്ധർക്കുള്ള ഒരു സംശയം, ഈ വീര്യം കുറഞ്ഞൊരു ആണവായുധം ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ പ്രയോഗിക്കാത്തതുപോലെ പരിഷ്കരിച്ചൊരു ക്രൂസ് മിസൈലൊക്കെ പോലത്തെ ഒരു ആയുധം, മിസൈലിന്റെ അറ്റത്ത് ഘടിപ്പിക്കുന്ന ഒരു ആണവ സ്ഫോടകം, അങ്ങനെ എന്തെങ്കിലും. കാരണം വ്യോമശക്തി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നില്ല ഇറാനെ. കീഴടക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജപ്പാനെ പോലെ. ജപ്പാനെ തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ജപ്പാന്റെ കപ്പലുകൾ മുഴുവൻ തകർത്തു, വ്യോമശക്തി തകർത്തു. പക്ഷെ ജപ്പാൻ യുദ്ധം നിർത്തിയില്ല. പിന്നെ ജപ്പാന് കീഴടങ്ങി വേണ്ടി വന്നത് അമേരിക്ക അവിടെയാണ് ബോംബിട്ടപ്പോഴാണ്. അങ്ങനെ കീഴടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ട്രംപ് പ്രയോഗിക്കുമോ? അതുകൊണ്ടാണ് ഉടനെ യുദ്ധം തീരുന്നൊക്കെ അയാൾ പറഞ്ഞ് എണ്ണവില കുറച്ചല്ലോ. അപ്പൊ അതാണോ അയാളുടെ മനസ്സിൽ എന്നൊക്കെ സംശയിക്കുന്നുണ്ട് പ്രതിരോധ വിദഗ്ധര്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പരിക്ക് മോജ്താബയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ കരുതണം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നില്ല. പരിക്ക് ഗുരുതരമാണെങ്കിലും തീരെ രംഗത്ത് വരാനും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.